രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന മാർച്ചിലാണ് കേസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്നലെ നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന് പരുക്കേൽക്കുന്ന സംഭവമുണ്ടായി. ഇപ്പോൾ എന്താണ് കേസെടുക്കുമ്പോൾ പോലീസ് അറിയിക്കുന്നത്? അനുജ, പാലക്കാട് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗവാറിന്റെ പേര് ഇട്ടതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇന്നലെ നഗരസഭാ മാർച്ചിലൊക്കെ കലാശിച്ചത്. ആ മാർച്ച് വലിയ സംഘർഷഭരിതമാവുകയും ചെയ്തിരുന്നു. ഒരു പോലീസുകാരന് ഗുരുതരമായി പരിക്കേറ്റു. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ മാർച്ചിൽ പങ്കെടുത്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളടക്കം കണ്ടാൽ അറിയാവുന്ന നിരവധി പേരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. സംഘർഷം ഉണ്ടാക്കലൊപ്പം അതടക്കമുള്ള വകുപ്പുകളാണ് നിലവിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ ഇതടക്കമുള്ള വകുപ്പുകളാണ് നിലവിൽ പോലീസ് ചേർത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേസിൽ പ്രതികളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. നിലവിൽ ഈ സ്വമേധയാ പോലീസ് എടുത്ത കേസിന് പുറമെ BJP ഒരു പരാതി കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. അതിലേക്ക് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ കേസെടുത്തതിലും BJP തൃപ്തരാകുന്നില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ ആളുകൾക്കെതിരെ കേസെടുക്കണം, MLA ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. ഒപ്പം പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ BJP ഉയർത്തി കാണിക്കുന്നുണ്ട്. നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഇന്നലെയായിരുന്നു മാർച്ച് നടന്നത്. അതിൽ സംഘർഷമുണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്.